പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സങ്കട സമയത്തും നമ്മൾ സന്തോഷത്തോടെയാണ് ഈ സഹനകാലങ്ങളെ തരണം ചെയ്യുന്നത് എന്ന് നമ്മൾ ദൈവത്തിന് മനസ്സിലായാൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. സങ്കടകാലത്ത് നമ്മൾ സന്തോഷത്തോടെയാണ് സഹനകാലങ്ങളെ തരണം ചെയ്യുന്നതെന്ന് ദൈവത്തിന് മനസ്സിലായാൽ കഴിഞ്ഞാൽ അതൊരു സാക്ഷ്യമായിരിക്കും. കാര്യം എന്താണ്? പ്രത്യാശയുള്ള ഒരു വിശ്വാസിയുടെ സാക്ഷ്യം. നമ്മളിതിനെ അതിജീവിക്കുമെന്നുള്ളതിൻ്റെ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളിതിനെ അതിജീവിക്കും എന്ന് ഒരു വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യം നൽകാൻ കിട്ടുന്ന ഒരു സമയമാണ് സങ്കടകാലം. അതുകൊണ്ട് സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മോസസ് ഇതുപോലെയുള്ള പ്രത്യേക പ്രതിസന്ധി കാലം വരുമ്പോൾ നിസ്സഹായമായി പോകുന്നു താൻ എന്ന് മോസസിന് തോന്നിയാൽ, എൻ്റെ മക്കളെ, ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരു മിനിമം പരിശുദ്ധാത്മാവ്. ഞാൻ ഇന്നലെയൊക്കെ നിങ്ങളോട് എന്താ സംസാരിച്ചത്? പരമാവധി വിശുദ്ധിയോടെ ജീവിക്കുക, പറ്റുമെങ്കിൽ പറ്റുന്ന രീതിയിൽ സംസാരിച്ച് വിശുദ്ധിക്ക് കീപ്പ് ചെയ്യുക എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ എന്താണ് ഞാൻ മീൻ ചെയ്യണമെന്നറിയാവോ? ഈ മിനിമം പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യണത്. അത് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശരാശരി അഭിഷേകമെങ്കിലും നിലനിന്നാൽ നമുക്ക് ഓരോ സമയത്തും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും ബേസിക്കായിട്ട് അതാണല്ലോ. വിഷമസന്ധി അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്നത് എപ്പോഴും പ്രാർത്ഥനയിലൂടെയാണ്. ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ദുർഘട സന്ധി വന്നിട്ട് വി ഡോണ്ട് നോ ഈവൻ ഹൗ ടു പ്രേ, വട്ട് ടു സേ. വിശു തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടില്ലേ, അപ്പാ ഞാൻ എന്ത് പറയണ്ടു, വട്ട് ഐ ഷുഡ് പ്രേ, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ചില സമയത്തുള്ള നമ്മളുടെ ഒരു പ്രത്യേക ദുർഘട സന്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും വാക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കീപ് മിനിമം സ്പിരിറ്റ്. എന്താണ് അങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കീപ് മിനിമം സ്പിരിറ്റ്, മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുക. ഞാൻ എന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കണവരല്ലേ. അപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ഒരേ ഫീലിംഗ് ഉണ്ടാകത്തില്ലല്ലോ. വീട്ടിൽ ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും. ഇപ്പോൾ തത്സമയ ജപമാലയിൽ ഞങ്ങൾ കാണുന്ന മുഖങ്ങളെല്ലാം പീഡിത മുഖങ്ങളാണ്. ഞാൻ അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ എന്നെ കണ്ടുകൊണ്ടില്ല. തത്സമയ ജപമാലയിലെ വിഷ്വൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മുഖം പീഡിത മുഖങ്ങളാണ്, വേട്ടയാടപ്പെടുന്ന മുഖങ്ങൾ, വേദന വേട്ടയാടപ്പെടുന്ന മുഖങ്ങൾ, രോഗാതുരമായ മുഖങ്ങൾ, കുഞ്ഞുങ്ങളുടെ ക്ഷീണം കാരണം മരുന്ന് പിടിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അമ്മയുടെ വേവലാതികൾ, ജോലി നഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഇനി തിരിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊരു നേഴ്സ് പറയുമായിരുന്നു, വെച്ചാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഇനി ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും.
ഇപ്പം ഞാൻ എക്സാമിന് ക്വാളിഫൈഡ് ആയിട്ടില്ല, എനിക്ക് ജോലി കിട്ടും, ആ എക്സാം ക്വാളിഫൈഡായ ജോലി കിട്ടും, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതാണ് പീഡിത മുഖം എന്ന് പറയണത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വേവലാതി പൂണ്ട മനസ്സിൽ ഒരു പക്ഷേ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഈവൻ ഇഫ് സോ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണെങ്കിലും കീപ് ദ മിനിമം സ്പിരിറ്റ് എന്ന് പറയണത് ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം നമുക്കൊരു കോൺഫിഡൻസ് തരത്തില്ല. അവിടെ വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു, വാടക താമസിക്കുന്നതാണ് നീ, നിന്നോട് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് ഉയർന്ന വാടകയ്ക്ക് വീട് കൊടുക്കാനുണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളോർക്കും നമ്മളെവിടെ പോകാനാണ്, ഇനിയും ഉയർന്ന വാടകയ്ക്ക് പോയാൽ അത് മീറ്റ് ചെയ്യാനുള്ള വരുമാനം നമുക്ക് കിട്ടുമോ? ഇങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് പീഡിത മുഖങ്ങളായി മാറും നമ്മൾ. ഈ പീഡിത മുഖങ്ങളുടെ മുമ്പിൽ എന്താ അവസ്ഥ ഉള്ളത്? എന്നിട്ട് അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കീപ് ദ ഈവൻ ഇപ്സോ, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു മിനിമം സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ലെവലിൽ ഹൗ ക്യാൻ വി കീപ്പ് എ മിനിമം സ്പിരിറ്റ് വിത്ത് ഫെയ്ത്ത്? നമുക്ക് ഒരു വിശ്വാസത്തിലാണ്, അവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത്. കാര്യം നമ്മുടെ ലൈഫ്, നമ്മളുടെ ഭൗതിക സാഹചര്യം വളരെ പ്രതികൂലവും പ്രതിലോമവുമായി മാറുന്നു. എന്നിട്ടും ബൈ ഫെയ്ത്ത് അവിടെ ഇപ്പം മോസസ് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ഒറ്റമൂലി മോസസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവരെല്ലാം ഫോളോ ചെയ്യപ്പോഴേ, അതായത് ജനങ്ങളുടെ ഉത്തരവാദിത്വം നെഞ്ചിലേറ്റിയിട്ട് ജനങ്ങൾക്ക് മുമ്പേ നടക്കുമ്പോൾ, മുമ്പിൽ ഇരുട്ട് വീഴുമ്പോൾ, മുമ്പിൽ കടൽ വഴിമുടക്കി തിരഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, മോസസ് മുമ്പിൽ മരുഭൂമി തിളച്ച് മറിയുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മോസസ് എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാൻ പാടില്ല നിൽക്കുന്ന സമയത്ത് ഒരു മിനിമം സ്പിരിറ്റ് വിശ്വാസം ഉണ്ടായിരുന്നു മോസസിനെ. ഈ മിനിമം സ്പിരിറ്റ് നമ്മളെ സഹായിക്കണത് ഇങ്ങനെ മുമ്പിൽ കടൽ വരും, ചിലപ്പോൾ മുമ്പിൽ മരുഭൂമി വരും, അപ്പോഴൊക്കെ മോസസ് കീപ്പ് ചെയ്യുന്ന ഒരു മിനിമം സ്പിരിറ്റ് ഉണ്ട്. അത് ബൈ ഫെയ്ത്താണ്, ബൈ ഹോപ്പ് ആണ്, ബൈ ചാരിറ്റിയാണ്. ഈ തിയോളജിക്കൽ വെർച്യൂസൊക്കെ വർക്ക് ചെയ്യണത് അവിടെയാണ്. തിയോളജിക്കൽ വെർച്യൂസ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി ഇല്ലേ, അത് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യണത്? മരുഭൂമിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ചെങ്കടലിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ജെറിക്കോ കോട്ടയുടെ മുമ്പിൽ അഭിമുഖമായി നമ്മളെ അഭിമുഖീകരിക്കുന്ന കടൽ അഭിമുഖീകരിക്കുന്ന നമ്മളെ ജീവിത സങ്കടങ്ങളുടെ കടൽ, നമ്മളെ അഭിമുഖീകരിക്കുന്ന മരുഭൂമി അനുഭവിക്കുന്ന നമ്മളെ, ഒരു തണലുമില്ലാത്ത അവസ്ഥ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. നമ്മളെ ആക്രമിക്കുന്നവരുണ്ട്, അതാണ് നമ്മൾ ജെറിക്കോ കോട്ട എന്ന് പറയണത്. അയൽവാസികൾ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കും, ഇല്ലേ, വഴി തരാതെ ആക്രമിക്കും, നമ്മളെ തൊന്നിവാസം നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിടിച്ച് കളഞ്ഞുകൊണ്ട് നമ്മളെ ആക്രമിക്കും. അപ്പോൾ നമ്മൾ മോസസ് അനുഭവിച്ച അതേ അവസ്ഥയിലാണ് നമ്മളും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാലാവസ്ഥ വരുമ്പോൾ ഡേവിഡ് എന്താ ചെയ്തത്? വാട്ട് മോസസ് ഡിഡ്, മോസസ് എന്താ, അതിനാണ് നമ്മൾ വേദ പുസ്തകം നോക്കണത്. അപ്പോൾ മോസസ് ഉടനെ പറഞ്ഞു, അപ്പാ പിതാവേ, എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, റിമെമ്പർ ആസ്, ഞങ്ങളെ ഓർക്കണം. വിത്ത് വാട്ട് ഗ്രൗണ്ട്, എന്ത് ഗ്രൗണ്ടിലാണ് ഞങ്ങളെ ഓർക്കേണ്ടത്? ഇറ്റ് ഇസ് യുവർ ഓൺ പീപ്പിൾ. അതാണ്, അതായത് അവസാനത്തെ ഒരു തുറുപ്പാണിട്ട് വെട്ടണത്. എന്താണ്? ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. വണ്ടർഫുൾ. അതാണ് മോസസ് പറയണത്. ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. ദൈവത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ യോഗ്യത എന്താണ്? ഈ ജനം, അതാണ് പുറപ്പാട് 33:13 33:13, ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. അതൊരു മഹത്തായ പ്രേയറാണ് ശരിക്കും. ഞാനും നീയും
സങ്കടങ്ങളുടെ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനും നീയും നിരാകരണത്തിൻ്റെ ആരും നിസ്സഹായതയുടെ ആരും സഹായിക്കാനില്ലാത്ത മരുഭൂമി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട, നിനക്ക് മിനിമം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, ദിസ് ഈസ് ദ റെലവൻസ് ഓഫ് ദി മിനിമം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കും മോശേ, ഇങ്ങനെ പ്രാർത്ഥിക്കും മോസസ്. ഈ ജനം ദൈവത്തിൻ്റെ ഹൃദയം ഇളക്കണത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണത്. ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന്. ഇപ്പം ദിവ്യകൃപാനയുടെ തിരുസന്നിധിയിൽ വരുമ്പോൾ നമുക്കും തോന്നണം, കർത്താവേ ഞാൻ നിൻ്റെ സ്വന്തം മകനാണെന്ന് നീ ഓർക്കണമേ, കർത്താവേ ഞാൻ നിൻ്റെ സ്വന്തം മകളാണെന്ന് നീ ഓർക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ സങ്കടങ്ങളുടെ മരുഭൂമിയും നിസ്സഹായതയുടെ മരുഭൂമിയും സങ്കടങ്ങളുടെ കടലിൻ്റെയും അഭിമുഖമായി നിൽക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദിവ്യകാരുണ്യമേ, മോശയെ പോലെ പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങയുടെ സ്വന്തം മകനാണെന്ന് ഓർക്കണമേ, അങ്ങയുടെ സ്വന്തം മകളാണെന്ന് ഓർക്കണമേ. ശ്രുതികടേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രുതികടേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പക്ഷേ മോസസ് ആ പറഞ്ഞ വാക്കില്ലേ, അത് ദൈവത്തിന് ചങ്കിലിക്കൊണ്ട്. അതാണ് ഈ മർമ്മം അറിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറയണത്. ഈ മർമ്മം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. മോസസ് എന്താ പറഞ്ഞത്? ഈ നിസ്സഹായ അവസ്ഥയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ അങ്ങയുടെ സ്വന്തം മകനാണ് ഓർക്കണമേ, ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. അത് സൂപ്പർ പ്രെയറായിപ്പോയി. പ്രെയർ എപ്പോഴും ഇങ്ങനെ വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കണം. ദൈവത്തിൻ്റെ ചങ്കിൽ കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്കാണ് ഇൻറ്റിമേറ്റ് പ്രെയർ എന്ന് പറയുന്നത്. ഇൻറ്റിമേറ്റ് പ്രെയർ. അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. ഇൻ്റർമീഡിയറ്റിലാണ്, പെട്ടെന്നാണ് അതിന് മറുപടി ഉണ്ടായത്. ഐ വിൽ കം വിത്ത് യു. ദൈവം അത് കേട്ടിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ, അതെ എൻ്റെ ജനമാണ് നീ, എൻ്റെ സ്വന്തം ജനമാണ് നീ, നിങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ നിന്നെ വിട്ടുപിരിയത്തില്ല. ഐ വിൽ കം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ വരും. അതാണ് പുറപ്പാട് 33:14 പറയണത്. നീ എൻ്റെ സ്വന്തം ജനമാണ്, ഞാൻ നിൻ്റെ കൂടെ വരും. ഈ ദൈവം കൂടെ വരും. ഇപ്പം മാതാവിനെ ബെഡ്റൂമിൽ കണ്ടു, മാതാവിനെ കോവിഡ് വാർഡിൽ കണ്ടു എന്നൊക്കെ പറയണില്ലേ? എന്താ പറയണത്? കൂടെ വരണതാണ് ശരിക്കും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? മോസസിൻ്റെ പ്രാർത്ഥനയാണ്, ഈ ജനം ഞാൻ നിൻ്റെ സ്വന്തം മകളാണെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണേ. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് പുറപ്പാട് 33:14, ഞാൻ നിൻ്റെ കൂടെ വരും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ.
ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാത്രിയേ ദൈവമാതാവേ എന്നെന്നും രോഗപീഡകളിലെന്നും ആശ്വാസതാരകമേ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഈ മനുഷ്യാവതാരം തന്നെ സംഭവിക്കുന്നത് ദൈവം മനുഷ്യനായി ഈശോയായി നമ്മുടെ കൂടെ വരുന്നതിൻ്റെ ബേസ്മെൻ്റ് ഉടമ്പടിയാണ്. ഉടമ്പടി പ്രകാരമാണ് ദൈവവാഗ്ദാനങ്ങൾ ഒന്നാണ്, ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. എന്താ കാര്യം? ഉടമ്പടി പ്രകാരമാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറണത്. പരിശുദ്ധ കുർബാനയും ഉടമ്പടി തന്നെയാണ്. ഉടമ്പടി മാറിയിട്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ ഓരോ മൂമെൻറ്റ്സും, നമ്മുടെ ഓരോ ക്ലെയിമും, നമ്മുടെ അവകാശവാദങ്ങളെല്ലാം ബേസ്ഡ് അപ്പോൺ ദി കവനന്റ് ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമാണ്. അതുകൊണ്ടാണ് അവൻ തൻ്റെ സ്വന്തപ്പെട്ടവരുടെ അടുത്തേക്ക് വന്നു എന്ന് പറയണത്. എന്താ? സ്വന്തപ്പെട്ടവരെ അറിഞ്ഞില്ല, അത് വേറെ വിഷയം. ആ ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് ദൈവം മനുഷ്യാവതാരം സംഭവിക്കുന്നത്. അതാണ് യോഹന്നാൻ 1:11, അവൻ തൻ്റെ സ്വന്തം ജനങ്ങളുടെ അടുക്കേക്ക് വന്നു. ശ്രുതികട്ടെ ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഈശോ ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തൻ്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. തൻ്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ, നമ്മുടെ ദൈവമിതാ, നമ്മോട് കൂടിയതാ. ഈയൾ താഴെ ഈ തിരുവോസ്തി നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ദിവ്യകാരുണ്യം പോലും ഉടമ്പടി പ്രകാരമുള്ള അടിസ്ഥാനത്തിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സാഫല്യമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഉടമ്പടി പ്രകാരം, വാഗ്ദാന പ്രകാരം. പക്ഷേ സ്വന്തം ജനം എന്തു പറ്റി? അവനെ സ്വീകരിച്ചില്ല. സ്വന്തം ജനം ഉടമ്പടി മറന്നുപോയി. അതാണ് സംഭവം. സ്വന്തം ജനത്തിന് ഇടക്കിടക്കുള്ളൊരു കുഴപ്പമാണ്, ലോകത്തെ കാണുമ്പോൾ ദൈവത്തെ മറക്കും. അങ്ങനെ സ്വന്തം ജനം ഇടക്കിടക്ക് ഉടമ്പടി മറന്നുപോകും. ഇങ്ങനെ ഉടമ്പടി മറക്കുന്ന ജനത്തിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, അതുപോലെ തന്നെ പ്രവാചകന്മാർ. അതിലൂടെ ദൈവം അതാത് രക്ഷാകര ചരിത്രത്തിൽ ഇങ്ങനെ ഉടമ്പടി അനുസ്മരിപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണ്? ദൈവത്തിനെ അനുസ്മരിപ്പിക്കണേ. എന്തിനാണ്? സ്വന്തം മകനെ വരുമ്പോൾ അവനെ ഓർക്കാൻ വേണ്ടിയാണ്. ഉടമ്പടി ദൈവം ഉടമ്പടി ഓർത്തുകൊണ്ടിരിക്കുന്ന ദൈവം ആ ഉടമ്പടി ഓർത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കണത്. ആ സമയത്ത് ജാഗ്രത വേണം. ഇങ്ങനെ ജാഗ്രതയാണ് നമ്മൾക്ക് ജാഗ്രതയുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ ദൈവത്തിൻ്റെ വചനം തന്നെ ജാഗ്രതയുടെ ഭാഗമാണ്. നമുക്ക് ജാഗ്രത ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വചനം തന്നിരിക്കുന്നത്. വചനം വായിക്കുമ്പോൾ നിനക്ക് ജാഗ്രത ഉണ്ടാകുന്നു. വചനം കേൾക്കുമ്പോൾ നിനക്ക് ജാഗ്രതയുണ്ടാകുന്നു. വചനം നിവൃത്തിയാക്കുമ്പോൾ നിനക്ക് ജാഗ്രതയുണ്ടാകുന്നു. എന്തിനെക്കുറിച്ചുള്ള ജാഗ്രത? ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചുള്ള ജാഗ്രത. ശ്രുതികട്ടെ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇങ്ങനെ വചനത്തിനെ കുറിച്ചുള്ള ജാഗ്രത, വാഗ്ദാനത്തെക്കുറിച്ചുള്ള ജാഗ്രത, വാക്കിനുള്ളിലെ ദാനത്തെക്കുറിച്ചുള്ള ജാഗ്രത. വാക്കിനുള്ള ദാനം എന്താണ്? ജീസസ്. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഓരോ വാക്കിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ദാനം എന്താണ്? ജീസസ് ആണ്. യേശുവാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിലെ ദാനം എന്താണ്? ജീസസ്. അതുകൊണ്ട് വചനം എന്താണ് നമുക്ക് നൽകണത്? ജീസസിനെയാണ് നൽകണത്, യേശുവിനെയാണ് നൽകണത്. അതുകൊണ്ടാണ് വചനം പറയണത്. അതുകൊണ്ട് ജാഗ്രതയുള്ളവരെ, വചനം വായിച്ച്, വചനം കേട്ട്, വചനം ധ്യാനിച്ച്, വചനം നടപ്പിൽ വരുത്തി, വചനം പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവർ എന്തു ചെയ്യും? മണവാളൻ വരുമ്പോൾ തിരിച്ചറിയും, യേശുവിനെ തിരിച്ചറിയും, യേശുവാകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ തിരിച്ചറിയും. തിരിച്ചറിയുന്നവരെന്ത് ചെയ്യും? അവനെ സ്വീകരിക്കും. അവനെ സ്വീകരിച്ചവർക്ക് എന്ത് സംഭവിക്കും? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകും. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ. അവനെ സ്വീകരിച്ചവർക്കെല്ലാം 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഹല്ലേലൂയ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യജീവമാർഗമാണു ദൈവം, ഭക്തിനായി ഭൂമി പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഗുരുതരമായ തീവ്രമായ ചില വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ ദ സ്പിരിറ്റ്. ആത്മാവിനെ ഓർക്കുക, കൈതഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ആത്മാവേ, ദൈവത്തിൻ്റെ തിരുമനസ്സുകള് വെളിപ്പെട്ട് കിട്ടുന്ന നിത്യവചനങ്ങള് പ്രഘോഷിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിലെ ആ വചനത്തെ വേണ്ടവിധം ഗ്രഹിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെ, അധരത്തെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധമ്മേ, ശ്രുതികട്ടെ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. അമ്മേ, സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ലോകജനതകൾക്കെന്നും ശാന്തിയേയും രാജ്ഞിയേ. അമ്മേ, രോഗപീഠകളിലെന്നും ആശ്വാസ താരകമേ. ഇവിടെ അമ്മയോട് എപ്പോഴും നമ്മൾ വളരെ കൊതിയോടും സ്നേഹത്തോടും വാത്സല്യത്തോടും പ്രണയത്തോടും ആണ് അമ്മയെ നമ്മൾ കേൾക്കുന്നതും പറയണതും. എന്താണെന്നറിയാവോ? അമ്മയാണ് വചനത്തിൻ്റെ അമ്മ. വചനം സ്വീകരിക്കണതും
വചനം ഉൾക്കൊള്ളണതും വചനം നിറവേറ്റാൻ വേണ്ടി സന്ധിയില്ലാതെ അവസാനം വരെ ജാഗ്രത പുലർത്തി കുരിശിൻ്റെ ചുവട്ട് വരെ നിന്നുകൊണ്ട് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറയും. അവസാനം ആദ്യവും അമ്മയും ആദ്യവും അവസാനവും അമ്മ പറയണത് ഇതാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഓരോ ജീവിത അവസ്ഥകളിലും സംഭവങ്ങളിലും ആ സംഭവങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മയെ പോലെ ഇനി അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തോടെ പാടുക, പാടി പ്രാർത്ഥിക്കട്ടെ, ആത്മാവ് നിറയട്ടെ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുരുകത്തിനമ്മ, ദൈവം തന്നോരമ്മ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുരുകത്തിനമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. See what we have gained. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല, അവനെ സ്വീകരിച്ചവർക്കെല്ലാം what they gained? ദൈവ മക്കളാകാനുള്ള കഴിവ്, കപ്പാസിറ്റി, ദൈവ മക്കളാകാനുള്ള കഴിവ്. അതാണ് യോഹന്നാൻ 1:12. അവരെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്നാ നമുക്ക് കിട്ടുന്നത്? ദൈവ മക്കളാകാനുള്ള കഴിവാണ് കിട്ടുന്നത്. നമ്മുടെ ഈ ജ്ഞാനസ്ഥാനമൊക്കെ ഇല്ലേ, ഇനിസിയേഷനൊക്കെ ഇല്ലേ, എനിക്ക് പലപ്പോഴും തോന്നുന്നത് എല്ലാം ജ്ഞാനസ്ഥാനമാണെന്നാണ് തോന്നുന്നത്. അഥവാ എക്സ്റ്റൻഷൻ ഓഫ് അവർ ബാപ്റ്റിസം. സകലത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഈശോ എന്നാ പറഞ്ഞത്? എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് എന്ന് പറഞ്ഞേ. എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്. ഓരോ പ്രയാസം വരുമ്പോഴേ നിങ്ങൾ പറയണം, എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്. ഈ ലൂക്ക 12:50. ഓരോ പ്രയാസം വരത്തില്ലേ? ഇപ്പോൾ ഒന്ന് ഡോക്ടറെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ മോശം റിപ്പോർട്ടായിരിക്കും വരണത്. യു മസ്റ്റ് സേ മൈ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നിങ്ങൾ പറയണം അപ്പോഴെന്താണ്? നിനക്ക് ഇപ്പോൾ തൈറോയ്ഡ് കൂടാൻ പോകണം, അല്ലെങ്കിൽ നിനക്ക് ഷുഗർ കൂടാൻ പോകണം, നിനക്ക് എന്നാ ക്രിയാറ്റിൻ കൂടാൻ പോകണം. അപ്പം നീ പറയണം, അത് റിസൾട്ട് മോശമാണെങ്കിൽ ഉടനെ നീ പറയണം എന്താണ്? എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്. സീവ്സ് വണ്ടർഫുൾ. അതാണ് ലൂക്ക 12:50. അത് പൂർത്തിയാകണം. ചില സഹനങ്ങളെല്ലാം പൂർത്തിയാകേണ്ടതാണ്. ചില സഹനങ്ങൾ പൂർത്തിയാകണം. സഹനങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാവോ? അത് ഇടക്കും തലക്കും വെച്ച് നിന്ന് പോകരുത്. ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. അഡിഹറൻസ് ടു ദി വേർഡ് ഓഫ് ഗോഡ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറേണ്ടതേ. ദൈവവചനം എന്തിനുള്ളതാണെന്നാണ് അമ്മ പറഞ്ഞത്? അമ്മയോട് പരിശുദ്ധാത്മ പറഞ്ഞത്, പരിശുദ്ധാത്മ എലിസബത്തിലൂടെ പറഞ്ഞത്, മേരി, കർത്താവ് നിന്നോട് അളിച്ചത് കാര്യങ്ങൾ ലൂക്ക 1:45 എന്താണ്? നിറവേറേണ്ടതാണെന്ന്. യു ഹാവ് ബിലീവ്ഡ് ഇറ്റ്. നീ അത് വിശ്വസിച്ചു എന്നാ പറഞ്ഞത്. ദാറ്റ് ഈസ് ബ്ലെസ്ഡ്. അതാണ് നിന്നെ ഭാഗ്യവതി എന്ന് പറയണത്. വചനങ്ങൾ നിറവേറാനുള്ളതാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, മാമോദിസായുടെ പിന്തുടർച്ചയായി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സഹനങ്ങള് പൂർത്തിയാക്കുവാനുള്ള കൃപ നൽകണമേ. ആ കൃപ നൽകാനുള്ള അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ
ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ അങ്ങയുടെ ആത്മാവിനെ തരണമേ, പുതിയൊരു അഭിഷേകം തരണമേ. ഹല്ലേലൂയ 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 യേശുവിന്റെ അരൂപിയെ തരണമേ, പരിശുദ്ധ അരൂപിയെ തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷമേ 13:8 അതിമനോഹരമായൊരു വചനമുണ്ട്. യോഹന്നാൻ 13:8 കഴുകുമ്പോഴൊക്കെ ഓർക്കണം, ജ്ഞാനസ്നാനം ഇങ്ങനെ പിന്തുടർച്ചയാണ്, തുറന്നുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇങ്ങനെ കഴുകണത്? ഇടയ്ക്കിടയ്ക്ക് കഴുകണത് എങ്ങനെയാണ്? ഓരോരോ സങ്കടം വരത്തില്ല, കഴുകലാണ് കർത്താവിൻ്റെ. നമുക്കുണ്ടാകുന്ന ഓരോ സഫറിങ് അല്ലേ അത്. വെൻ വി ടേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ കർത്താവ് കഴുകണ പോലെ ഇരിക്കും. കർത്താവ് കഴുകിയാൽ എന്നാ സംഭവിക്കും? കർത്താവാണ്. ഇപ്പം നമുക്ക് സങ്കടം വന്നു അല്ലേ, മറ്റുള്ളവരുണ്ടാക്കണം, അപ്പനുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അമ്മായിയപ്പനുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ മരുമകളുണ്ടാക്കട്ടെ, അതല്ല, അവരെല്ലാം ഏജൻറ്റുമാരാ. അവർക്ക് ഇതിനകത്ത് പങ്കില്ല. ഇവിടുന്ന് പങ്കുള്ള ആർക്കാണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, അതാണ് യോഹന്നാൻ 13:8. അപ്പോൾ കഴുകണത് കർത്താവാണെന്ന് വിചാരിച്ചാൽ വിഷയങ്ങൾ വളരെ എളുപ്പമാകും. എന്തിനാണ് കർത്താവ് കഴുകണത്? ജ്ഞാനസ്നാനം ഒരു പങ്കാണ്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനുള്ള പങ്കാണ്? നിത്യത. നമ്മുടെ ഓരോ സഹനവും അത് വിൽ ഓഫ് ഗോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിത്യതയിലാണ് പങ്ക് കിട്ടുന്നത്. നിത്യതയുമായിട്ടാണ് നമ്മൾ പങ്ക്. കർത്താവിനോട് പങ്കെന്ന് പറഞ്ഞാൽ എന്താണ്? 13:8 പറയണത് എന്താണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, ഏറ്റു പറഞ്ഞേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കുണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ്? കർത്താവിൻ്റെ കൂടെ പങ്കുണ്ടാകണം. എവിടെയാണ്? നിത്യതയാണ്. കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്നത് എന്താണ്? നിത്യതയാണ്. ഈ നിത്യത നേടാനുള്ള കഴിവ്, അതാണ് ദൈവപുത്ര സ്വീകാര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ദൈവമക്കളാകണത് എങ്ങനെയാണ്? ജ്ഞാനസ്നാനത്തിലൂടെയാണ് അല്ലേ? ജ്ഞാനസ്നാനം എന്ന കൂദാശ പഠിക്കുമ്പോൾ എന്താ പറയണത്? നമ്മളെ ക്രൈസ്തവരും ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷമുണ്ടെങ്കിൽ അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി മാറ്റുന്ന കൂദാശയാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ആരായിട്ട് മാറും? ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? അവകാശികളാണ്. എന്തിന് അവകാശികളാണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവത്തില്ല. എന്താണ്? നിത്യതയിലുള്ള പങ്കാണ് ദൈവമക്കൾക്ക് കിട്ടണത്. ഈ നിത്യത ആർജിക്കാനുള്ളതാണ് കഴിവെന്ന് പറയണത്. അതാണ് ഈ യോഹന്നാൻ 12:1 പറയണത്. എന്താ പറയണത്? അതായത് അവരെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് വെച്ചാൽ അവനിലൂടെ സഹനങ്ങളെ സ്വീകരിച്ചവർക്കെല്ലാം. അതാണ്. വെറുതെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. യേശുവിനെ സ്വീകരിക്കുക. എല്ലാ വചനങ്ങളിലും യേശുവുണ്ട്. എല്ലാ വചനങ്ങളിലും സഹനത്തിൻ്റെ സാധ്യതകളുണ്ട്. അത് നിറവേറ്റുമ്പോൾ അങ്ങനെ ആ വചനങ്ങളിലുള്ള യേശുവിനെ, വചനത്തിലുള്ള സഹനത്തെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാനുള്ള കഴിവ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവാണത്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ കഴിവ് എങ്ങനെയാണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, കഴിവ് നൽകപ്പെടുകയാണ്. അതാണ് 12:1, അതായത് 1:12 പറയണത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അതായത് ഓരോ വചനത്തിലുള്ള അവനുണ്ട്, എല്ലാ വചനത്തിലും അവനുണ്ട്, ക്രിസ്തു ഇരിപ്പുണ്ട്. ചിലപ്പോൾ ആ വചനം നിറവേറ്റാൻ ആവശ്യമായ സഹനത്തിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതാരാണ് തരണത്? ക്രിസ്തു തരുമെന്നാണ് പറയണത്. അതാണ് സംഭവം. അപ്പം എൻ്റെ മക്കളെ, ഒരു വചനം നിവൃത്തിയാക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ അതിനൊരു കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, ഒരു എബിലിറ്റി ഉണ്ട്.
അത് നിവർത്തിയാക്കാനുള്ള അത് തരേണ്ടതാരാണ്? ക്രിസ്തുവാണ്. അപ്പം നമ്മൾ മുട്ടി നിന്നിട്ട് കർത്താവേ, ഈ വചനം പാലിക്കാൻ എനിക്ക് കഴിവ് നൽകണമേ. ഈ വചനം പാലിക്കാൻ അതാണ്, അത് നിന്നെ ദൈവമകളായി മാറ്റും, ദൈവമകനായി മാറ്റും, അത് നിത്യതയിൽ നിനക്ക് പങ്കുതരും. അതാണ് സംഭവം. അപ്പം അത് വിവേചിച്ച് മനസ്സിലാക്കണം. അപ്പം ഏതെങ്കിലും ഒരു കഴിവ് ഏതെങ്കിലും ഒരു വചനം പാലിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പറ്റുക എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു രോഗം വന്നു, യു മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. അതൊരു കഴിവാണ്. അവനെ സ്വീകരിക്കണം. അവനെ സ്വീകരിക്കുക. അപ്പോൾ രോഗം ചിലപ്പോൾ ആ സഹനത്തിലൂടെ ആയിരിക്കും. ആ സഹനത്തെ സ്വീകരിക്കുക വഴി നമ്മൾ അവനെയാണ് സ്വീകരിക്കുന്നത്. ആരെ? ആ വചനത്തെയാണ് സ്വീകരിക്കുന്നത്. അത് എന്തിനു സ്വീകരിക്കുന്നവർക്കെല്ലാം എന്താ സംഭവിക്കുന്നത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അത് ആ കഴിവ് എന്താണ് ശരിക്കും നമുക്ക് ലഭിക്കുന്നത്? ആ കഴിവിലൂടെ നിത്യതയാണ്. കാര്യം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കുണ്ടാകത്തില്ല എന്ന് പറയുന്ന 13:8 വചനം. ആ നിത്യതയിൽ നമുക്ക് പങ്ക് ലഭിക്കുക. അപ്പോൾ അതായത് ചില വചനങ്ങൾ ഈസിയായിട്ട് നമുക്ക് നിവർത്തിയാക്കാൻ പറ്റാത്ത കഠിന വചനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോലും കിട്ടത്തില്ല. ഉത്തരമെന്ന് പറയണത് എന്താണ്? അവിടുത്തെ ഉത്തരം എന്താണ്? നിത്യതയാണ് ഉത്തരം. അങ്ങനെ ഇപ്പോൾ ഈശോ തന്നെ ഏറ്റവും നല്ല കഴിവുള്ളൊരു മകനാണ് ഈശോ. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല കഴിവുള്ള മകനാരാണ്? ഈശോയാണ്. അതാണ് ഈശോ പറയുന്നത്, അപ്പാ അപ്പാ ആബാ ആബാ എന്നാണ് വിളിക്കണത്. അപ്പനെ ഈശോ വിളിക്കണ ആബാ എന്ന് വെച്ചാൽ അറമായ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന പേരാണ് ആബാ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിളിക്കുക കിടക്കുക ആബാബാ എന്ന്, അല്ലേ? കുഞ്ഞുമില്ലേ ഈ കുഞ്ഞുങ്ങളെപ്പടി കുഞ്ഞുങ്ങളെ അപ്പ എന്നൊക്കെ തിരിച്ച് വിളിക്കത്തില്ലല്ലേ? ആബാ. അതാണ് ആബാ. പരമമായ ആശ്രയത്തിലേക്ക് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് ആബാ. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. എങ്കിലും അതാണ് പ്രശ്നം. അതാണ് കഴിവ്. അവിടെയാണ് കഴിവ് വരണത്. അവിടെയാണ് ഈ ദൈവമക്കളുടെ കഴിവ് എന്ന് പറയുന്നത്. എന്താണ്? ആബാ പിതാവേ. അതാ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14:36 അല്ലേ? 14, 35, 36 മർക്കോസിൻ്റെ സുവിശേഷം. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. 14:36 മർക്കോസിൻ്റെ സുവിശേഷം. അങ്ങേക്കെല്ലാം സാധ്യമാണ്. അതാണ് വിശ്വാസം. അപ്പോഴും ഏറ്റുപറയും. പ്രത്യാശ അപ്പോഴും ഏറ്റുപറയും. ദൈവസ്നേഹം അപ്പോഴും ഏറ്റുപറയും. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ നമുക്ക് നിവൃത്തിയില്ലാത്ത കൊണ്ട് നമ്മൾ സ്വീകരിക്കണമല്ല പറയണത്. അത് ദൈവത്തിൽ വിശ്വാസം. ദൈവത്തിൽ നിന്ന് സഹനം സ്വീകരിക്കാൻ പോകുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം യേശു ഏറ്റുപറയും. അതാണ് കംപ്ലീറ്റ് സൺ. ഈശോയാണ് സമ്പൂർണമായ ദൈവമകൻ. എന്താ പറയുക? അതാണ് കഴിവുള്ള ആൾ. എന്താണ്? അബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. അത് മഹാമനോഹരമായൊരു വാക്കാണ്. 14:34 വചനം മർക്കോസിൻ്റെ സുവിശേഷം. അങ്ങേക്കെല്ലാം സാധ്യമാണ്. ആദ്യമേ അത് പറയും. ആദ്യം വിശ്വാസം ഏറ്റുപറയും, പ്രത്യാശ ഏറ്റുപറയും, ദൈവസ്നേഹം ഏറ്റുപറയും, ദൈവിക പുണ്യങ്ങളെല്ലാം ഏറ്റുപറയും. എന്നിട്ട് പറയും, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. ഇത് കഴിയുമ്പോഴാണ് കഴിവ് പറയണത്. ദൈവമക്കളുടെ കഴിവ് പറയണത് എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് കഴിവ്. അതാണ് ദൈവ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരു വ്യക്തിയുടെ സമർപ്പണമാണ് ദൈവ മക്കൾക്കനുസരിച്ചുള്ള മർക്കോസിന് യോഹന്നാൻ 1:12 കഴിവ്. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ മനസ്സ് സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ തിരുഹിതം സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന അതേ കഴിവിനാൽ, ദൈവഹിതത്തെ സ്വീകരിക്കാനുള്ള കഴിവിനാൽ, എൻ്റെ ഹിതത്തിന് എതിരെ ദൈവത്തിന് തിരുമനസ് സ്വീകരിക്കാനുള്ള കഴിവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടേ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവിൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവിൻ കൂടെ ഉള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, ഇനി ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, ഇനി ശക്തനാക്കുന്നവൻ മുഖാന്തരം.